ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഒരാള് ആനയായിട്ട് മാറുന്നതാണ്. മെറ്റമോർഫോസിസ് പോലെ പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതല്ല, അതിനൊരു വലിയ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചത് ആനയെ പെട്ടെന്നൊരാൾ തിരുനെച്ചിക്കോട് എന്ന് പറയുന്ന ഒരു പാലക്കാട് ഗ്രാമം, ആ ഗ്രാമം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗ്രാമം പെട്ടെന്നൊരു ദിവസം ഭയങ്കര ഒരു മാന്ത്രികമായ ഒരു ഗ്രാമമായിട്ട് മാറുകയാണ്. അപ്പം അത് ഈ ഒരു സംഭവം നടക്കുന്നതോട്, ഈ അത്ഭുതം നടക്കുന്നതോടുകൂടിയാണ് ആ ഗ്രാമം മാന്ത്രിക ഗ്രാമമായിട്ട് മാറുന്നത്. ഇതിലൂടെ കഥാപാത്രം, അതായത് മനുഷ്യൻ ഇങ്ങനെ ആനയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ ആനയായിട്ട് മാറുമ്പോൾ ഇതിന്റെ ബുദ്ധി മനുഷ്യന്റെ ബുദ്ധിയായിരിക്കും ആനയുടെ ബുദ്ധിയായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്? അത് ഒരു നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ശരിയാണ്. കാരണം ഇപ്പം ഒരാള് ആനയായിട്ട് മാറിയിട്ട് അയാൾ ആനയായിട്ട് തന്നെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആനക്ക് പ്രശ്നമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആനക്ക് ആകെ ഒരു കുറച്ച് എന്ത് കഴിക്കണം, പിന്നെ ഈറ്റ് അത് കഴിക്കണം, കുറച്ച് വെള്ളം കുടിക്കണം, പിന്നെ കാട്ടിലൂടെ അരഞ്ഞു നടക്കണം, ഇങ്ങനെയുള്ള മറ്റേ പിടിയാനയെ പ്രണയിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഒരാനക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഏത് മൃഗവും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ആനയ്ക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഈ ആനയ്ക്ക് മനുഷ്യന്റെ തിങ്കിങ്, ചിന്തകൾ മുഴുവൻ മനുഷ്യൻ്റെതാണ്. അപ്പൊ പക്ഷേ ശരീരം ആനയുടെ ശരീരം. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രൈസിസ് സംഭവിക്കുന്ന ഒരു ആനയുടെ ആത്മദുഃഖമാണ് എൻ്റെ മാതൃകയിലാണ്. നന്നായിട്ട് കത്തിരിക്കാം. അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ വെച്ചാൽ, സന്തോഷ് ചെച്ചിക്കാനത്തെ എമ്പാടും വായിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ അല്ലേ? ഓർമ്മയെഴുത്താണെങ്കിലും ചെറുകഥകളാണെങ്കിലും. പിന്നെ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടേ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആനയെ കുറിച്ച് പഠിച്ച ആൾക്കാർക്ക് അറിയാം. രക്ഷണശാസ്ത്രമാണ് ഗജരക്ഷണശാസ്ത്രം. അപ്പോൾ ഗജരക്ഷണശാസ്ത്രത്തിലും ആനയുടെ ചികിത്സാ വിധികളെ കുറിച്ചിട്ടും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. 100 എണ്ണം ഉണ്ട് അതിൽ. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ആനയെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ മൃഗങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള മൃഗമാണ് ശരിക്കും ആന എന്ന് പറയുന്നത്. ഭയങ്കര ബുദ്ധിയാണ് ആനയ്ക്ക്. അപ്പോൾ ഈ ആനയെ സംബന്ധിച്ചിടത്തോളം ആനകൾക്ക് പേരുകളുണ്ട് എന്നാണ് പറയുന്നത്. പുതിയ ഒരു പഠനം വന്നു. ജർമ്മനിയിൽ നിന്നുള്ള കുറച്ച് സയന്റിസ്റ്റ്, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന സയന്റിസ്റ്റുകൾ വന്നിട്ട് അവർ നടത്തിയ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് ആനകൾക്ക് നമ്മളെ പോലെ തന്നെ പേരുകളുണ്ട്. അവർ പേര് ചൊല്ലിയിട്ടാണ് ആനകൾ വിളിക്കുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. അത് നമുക്ക് പോലും കേൾക്കാൻ വേണ്ടി പറ്റാത്ത ഈ കടവാവിലൊക്കെ അവരുടെ ഒരു ശബ്ദത്തിന്റെ ഒരു ഫ്രീക്വൻസി ഇല്ല. അപ്പൊ അത്രയും ഇതിന്റെ ഫ്രീക്വൻസിയിൽ ഈ അതിലൂടെയാണ് ഇവര് പലപ്പോഴും ഇതാക്കുന്നത്. ഇത് നമ്മൾ പലപ്പോഴും പോയി കണ്ടാലും മനസ്സിലാവും. ഇപ്പൊ ആനകൾ പ്രണയിക്കുന്നുണ്ട്. ആ പ്രണയിക്കുന്ന സമയത്ത് ഈ തുമ്പിക്കൈ എടുത്തിട്ട് മറ്റേ ആനയുടെ, അതായത് പെണ്ണാന അതിന്റെ തുമ്പിക്കൈ എടുത്തിട്ട് അതിന്റെ കൊമ്പിൽ ഇങ്ങനെ ഇടും. അതൊരു പ്രണയത്തിന്റെ വലിയ സംഭവമാണ്. പിന്നെ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സാധനമാണ് 2 തുമ്പിക്കൈ എടുത്തിട്ട് ചുറ്റിയിട്ട് ആനകൾ നിൽക്കുന്ന കാണാം. അത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതാണ്. നമ്മുടെ ഈ ആനയ്ക്ക് പ്രണയം ഉണ്ടാവൂ? നമ്മുടെ ഈ ആനയ്ക്ക് മനുഷ്യർക്ക് പ്രണയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും വെച്ചാൽ ഒരു മനുഷ്യന്റെ എല്ലാ സംഭവങ്ങളും എന്തുണ്ട് ആനകൾക്കുണ്ട്. ഇപ്പൊ ആനകളിൽ തന്നെ ആനകളുടെ ഒരു കുട്ടി, അതിന് നമ്മൾക്ക് ഒരു അമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കുട്ടിക്ക്, ആനയുടെ ഒരു കുട്ടിക്ക് 6 7 പിടിയാനകൾ ഉണ്ടാവും, അതായത് വളർത്തമ്മമാര്. അപ്പൊ അത്രയും സമ്പന്നമായ ഒരു മാതാക്കളുടെ സംരക്ഷണത്തിന്റെ അകത്താണ് ഒരു കുട്ടിയാന വളരുന്നത്. അതുകൊണ്ടാണ് ഈ കുട്ടിയാനയെ ആക്രമിക്കുമ്പോൾ ബാക്കി കുട്ടിയാന ഒറ്റപ്പെടുമ്പോൾ അതിന്റെ അകത്തേക്കും നമ്മൾ പോകാൻ വേണ്ടി പാടില്ലാതെ പറയുന്നത്. ഭയങ്കര ഭീകരമായ ആക്രമണമായിരിക്കും ആന നടത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആനകളിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. പഠിച്ചിട്ടുണ്ടല്ലേ? അത് കുറച്ച് വായിച്ചു ആനയെ കുറിച്ച്. പിന്നെ സന്തോഷ് ചെച്ചിക്കാനത്തിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, അദ്ദേഹം ഒരു 3 ദേശത്ത് ജീവിതം പാർത്തിട്ടുണ്ട്. അതായത് ബാല്യകൗമാരങ്ങളൊക്കെ തികച്ചൊരു വ്യത്യസ്തമായ സംസ്കാരം സൂക്ഷിക്കുന്ന കാസർഗോഡിന്റെ ചെച്ചിക്കാന ഗ്രാമവും, പിന്നീട് തൃശ്ശൂർ, ഇപ്പം നിലവിൽ തൃശ്ശൂരാണ്. പിന്നെ സിനിമ എഴുത്തോടൊക്കെ ബന്ധപ്പെട്ട് എറണാകുളത്തെ ഒരു നഗര ജീവിതമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും സന്തോഷ് ചെച്ചിക്കാനത്തെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ, പേഴ്സണലി എനിക്ക്, പക്ഷെ നിങ്ങളുടെ പലർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു ഗന്ധം ഇങ്ങനെ എഴുത്തിൽ ബ്ലെൻഡ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് കൂടുതലൊരു ഗ്രാമത്തിന്റെ നഗര പശ്ചാത്തലത്തിൽ കഥകൾ എഴുതിയിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ കൂടുതൽ ഒരു ഗ്രാമത്തിന്റെ ഒരു ഗന്ധം നമുക്ക് കിട്ടാറുണ്ട്. അതായത് ഈ കശുവണ്ടിയുടെ, നാടൻ ചാരായത്തിന്റെ, ബിരിയാണിയുടെ, മരണത്തിന്റെ, വീട്ടില് നമ്മുടെ അച്ഛനും മുത്തച്ഛനൊക്കെ വലിക്കുന്ന ബീഡിയുടെ, ഇങ്ങനെ ഒരു നാടിന്റെ ഗന്ധം എഴുത്തില് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നോവലില് ഈ 3 ദേശവും, അതായത് എറണാകുളം, തൃശ്ശൂർ, പിന്നെ ചെച്ചിക്കാന, അപ്പോൾ ഈ 3 ദേശവും എഴുത്തിൽ എവിടെയെങ്കിലും സ്വാധീനിക്കപ്പെട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ പുതിയ പുസ്തകത്തിൽ ഇതിനകത്ത് ഏതെങ്കിലും ദേശം കടന്നു വരുന്നുണ്ടോ?
ഇതിന്റെ ഈ പറയുന്ന ഞാൻ ജീവിച്ച 3 ദേശമായിട്ട് ഇതിന് ബന്ധമില്ല. ഞാൻ പാലക്കാട് പശ്ചാത്തലത്തിലാണ് ഇത് എഴുതിയത്. ഇതൊരു 75-ലൊക്കെ നടക്കുന്ന ഒരു പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പൊളിറ്റിക്സും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇത് ഒരു ഫാന്റസി. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും ഇപ്പോൾ നോവൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നോവലിന് ഇപ്പോൾ ഒരു പാറ്റേൺ ഉണ്ട്. കാരണം നമ്മുടെ ഒരു പഴയ കാലം പറയുക, കമ്മ്യൂണിസ്റ്റ് വിപ്ലവം അതിന്റെ വരവും അങ്ങനെയുള്ള ഒരു പാറ്റേൺ വിട്ടിട്ട് പിന്നെ ഞാൻ തന്നെ ഈ പൊളിറ്റിക്കൽ റൈറ്റർ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അവിടെ തളർന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ വരും നമുക്ക് നമ്മൾ തന്നെ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിന്ന് വിട്ടുകൊണ്ട് പിന്നെ ഒരു ഫാന്റസിയുടെ രൂപത്തിൽ നമുക്കൊരു സാധനം എഴുതാം. ഇത് മുഴുവൻ പാലക്കാട് ഇത് എല്ലാം ഇത് നമുക്ക് ഒരു ഈ സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിലാണ് ഈ സാധനങ്ങൾ മുഴുവൻ നടക്കുന്നത്. അത് മൃഗങ്ങളെല്ലാവരും സംസാരിക്കുന്നുണ്ട്, മനുഷ്യന്മാരും സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞ ഒരു സംഭവമാണ് ഇത്.